ഹായ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. വളരെ ചെറിയ വീഡിയോ ആണ്. വീഡിയോ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. അതിൻ്റെ ഒപ്പമുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്തേക്കണേ. എങ്കിൽ മാത്രമേ എൻ്റെ ന്യൂ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഞാൻ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ കിട്ടുകയുള്ളൂ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ചീരത്തോരൻ വളരെ ടേസ്റ്റായിട്ട് തയ്യാറാക്കാം. കടലപ്പരിപ്പാണിത്. ചീര നല്ല ഫ്രഷായ ചീരയാണ്. നല്ലോണം വാഷ് ചെയ്ത് കുറച്ച് നേരം ഞാൻ ഉപ്പ് വെള്ളത്തിലൊക്കെ ഇട്ട് വാഷ് ചെയ്ത് വെച്ചതാണ്. അപ്പോൾ ഇതിന് നന്നായിട്ട് ഇനി നമുക്ക് കട്ട് ചെയ്ത് അതുപോലെ തന്നെ പരിപ്പൊന്ന് കുക്കറിൽ വേവിച്ചു കൊടുക്കണം. വളരെ ടേസ്റ്റായിട്ടുള്ളൊരു കറിയാണ്. വെറുതെ ഉള്ളൊരു ഉലർത്തല്ല ഇത്. വെറുതെ നമ്മൾ തേങ്ങ ചിരകി ചേർത്തുള്ള ഒരു ഉലർത്തല്ല. ഭയങ്കര ടേസ്റ്റായിട്ടുള്ള മസാലകൾ അതുപോലെ പ്രിപ്പയർ ചെയ്ത് നമ്മൾ തയ്യാറാക്കുന്ന ഒരു ചീരത്തോരനാണിത്. അപ്പോൾ ഇത് നമുക്ക് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി ആദ്യം നുറുക്കി മാറ്റണം. പരിപ്പ് ഞാൻ അടുപ്പത്തേക്ക് വെക്കാൻ തുടങ്ങുകയാണ്. ഓവറായിട്ട് വെള്ളം ഒഴിക്കരുത്. പരിപ്പിൽ ഒരു വിസിൽ 1-2 വിസിൽ വന്നാൽ മതി. പലരുടെയും കുക്കറിന് പല വിസിലാണ്. എൻ്റെ ഈ കുക്കറിൽ ഒരു വിസിൽ വന്നിട്ട് രണ്ടാമത് പോണേന് പടി ഞാൻ ഓഫ് ചെയ്യും. വെള്ളം കുറച്ച് വെച്ചാൽ മതി. അപ്പോൾ ഞാൻ ആദ്യം തന്നെ മസാല തയ്യാറാക്കാൻ തുടങ്ങുകയാണ്. കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തു. ഇനി കൂടുതൽ ഓയിൽ ഒഴിക്കേണ്ടവർക്ക് ഒഴിക്കാം. 1.5 ടീസ്പൂൺ അല്ലെങ്കിൽ 3 ടീസ്പൂൺ വരെ ഓയിൽ മതി. കടുക് ഇട്ട് കൊടുത്ത് പൊട്ടി വന്നപ്പോൾ വറ്റൽമുളകാണ് ചേർത്ത് കൊടുത്തത്. വറ്റൽമുളക് നന്നായിട്ടൊന്ന് ഫ്രൈ ആയതിന് ശേഷം ഇഞ്ചി ചതച്ചതാണ് ഇട്ട് കൊടുത്തത്. കുരുകുരുന്ന് അരിയൊന്നും വേണ്ട, ഇഞ്ചി ചതച്ചത് ഇട്ട് കൊടുക്കുകയാണ് നല്ലത്. ഇഞ്ചി ഒരുവിധം ഷാലോ ഫ്രൈ ആ പാകത്തിലെത്തുമ്പോഴത്തേനും നമുക്ക് അടുത്ത ഐറ്റം ഇട്ട് കൊടുക്കാം. വെളുത്തുള്ളി ഒന്ന് ചതച്ചതാണ്. എല്ലാം ചതച്ചാൽ മാത്രം മതി. ഇതും ഒന്ന് ഷാലോ ഫ്രൈ ആയി വരട്ടെ. അപ്പോൾ ഇതെല്ലാം ഒന്നിച്ച് അങ്ങിട്ടിട്ടുണ്ടെങ്കിൽ വെളുത്തുള്ളിയുടെ വേവ് പോലെയല്ല ഇഞ്ചിയിൽ ജലാംശം കുറച്ചുകൂടെ കൂടുതലുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇത് രണ്ടും കൂടെ ഒന്നിച്ച് ഇടണ്ട. ഇഞ്ചി ഇട്ടതിന് ശേഷം വെളുത്തുള്ളി ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ 2 മുളക് അരിഞ്ഞതാണ് ഇട്ട് കൊടുത്തിരിക്കുന്ന പച്ചമുളക്. ഈ പച്ചമുളകിൻ്റെ എരിവ് കൊണ്ട് ആകും. ഇല്ലെങ്കിൽ കുറച്ചുകൂടെ ചുമലമുളക് ചേർക്കേണ്ടവർക്ക് ചേർക്കാമെന്ന് മാത്രം. ഞങ്ങൾ കുറച്ച് എരിവും ഉപ്പും ഒക്കെ കുറച്ച് കഴിക്കുന്നവരാണ്. ഉള്ളി ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം. ഉള്ളി ഒരുപാട് പൊടിയായിട്ട് അരിഞ്ഞില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അല്പം വലുപ്പത്തിൽ അരിഞ്ഞാലും നല്ലതാണ്. ഈ ഒപ്പം തന്നെ നമുക്ക് ഒരു പിഞ്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഓൾറെഡി പരിപ്പിൽ ഉപ്പ് ചേർത്തതാണ്. അപ്പം ഈ ഉള്ളിക്കും ഇഞ്ചിക്കും വെളുത്തുള്ളി എല്ലാം കൂടെയുള്ള ഈ മസാലയ്ക്ക് ആവശ്യമായ ഉപ്പ് ഇപ്പം ചേർത്ത് കൊടുത്താൽ മതി. അല്ലെങ്കിൽ പിന്നെ നമ്മൾ ഇലയെന്ന് പറഞ്ഞാൽ ഇല വളരെ പെട്ടെന്ന് അങ്ങ് വെന്ത് ഉടഞ്ഞു പോകുന്നതാണ്. അതിന് ഒരുപാട് ഉപ്പിൻ്റെ ആവശ്യമില്ല. പരിപ്പ് വേവിച്ചപ്പോഴും കുറച്ച് ഉപ്പിട്ടിട്ടുണ്ട്. അപ്പോൾ ഏകദേശം ഇത് ഷാലോ ഫ്രൈ ആയിട്ടുണ്ട്. ഉള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകും എല്ലാം. നമ്മൾ ഏത് കറി പ്രിപ്പയർ ചെയ്യുമ്പോഴും പച്ചയോടെ ഇടുന്നതിനേക്കാൾ ടേസ്റ്റ് ആയിരിക്കും ഓയിലൊന്ന് ഫ്രൈ ചെയ്യുന്നത്. ഇപ്പോൾ ഇട്ട് കൊടുത്തത് മഞ്ഞൾപ്പൊടിയാണ്. അപ്പോൾ ഈ കറിക്ക് നല്ല വാസനയും അതുപോലെ തന്നെ കളറും കിട്ടാനായിട്ട് മഞ്ഞൾപ്പൊടി ആവശ്യത്തിന്. പിന്നെ ഈ ചീരയ്ക്കൊക്കെ എന്തെങ്കിലും വിഷാംശം ഉണ്ടെങ്കിൽ മഞ്ഞൾപ്പൊടി കൂടുതൽ ചേർക്കുന്നതുകൊണ്ട് അതൊക്കെ മാറിക്കിട്ടും. അപ്പോൾ ഈ ചീര അരിഞ്ഞത് ചേർത്ത് കൊടുത്തു. ഒരുപാട് പൊടിയായിട്ട് ചീര അരിയേണ്ട ആവശ്യമില്ല. തേങ്ങ ഞാൻ ചിരകിയത് ഒരു വലിയ ബൗള് നിറച്ചുണ്ടായിരുന്നു. തേങ്ങ കുറച്ച് കൂടുതൽ വേണം. ഇത് വെളിച്ചെണ്ണയിലാണ് ഇത് പ്രിപ്പയർ ചെയ്യുന്നത്. നമ്മുടെ കേരളത്തിലുള്ള ആൾക്കാർക്ക് വെളിച്ചെണ്ണയിൽ പ്രിപ്പയർ ചെയ്യുന്നതായിരിക്കും ഇത് ഏറ്റവും രുചി. അപ്പോൾ ഇത് ഞാൻ വെളിച്ചെണ്ണയിൽ തന്നെയാണ് പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ തേങ്ങയും അതുപോലെ തന്നെ ഈ ചീര അരിഞ്ഞതും കൂടെ ഒരു 2 to 3 മിനിറ്റ് വരെ നമ്മളൊന്ന് മൂടി വെച്ച് വേവിക്കണം.
ആ ഇലയുടെ ആ തണ്ടും അതുപോലെ തന്നെ ഇലയൊക്കെ ഒന്ന് കുക്കായി വരണം. അതുപോലെ തന്നെ നമ്മുടെ ഈ ഉള്ളി അരിഞ്ഞത് ഷാലോ ഫ്രൈ ചെയ്തിട്ടുള്ളൂ, അതും ഇതും കൂടെ കൂടി ഒന്നിച്ചങ്ങ് വെന്ത് കിട്ടുമ്പോൾ ഭയങ്കര ഒരു ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഒരു 2 മിനിറ്റ് 3 മിനിറ്റ് നമ്മൾ ലിഡ് വെച്ച് അങ്ങ് നന്നായി വേവിച്ച് മാറ്റണം. അപ്പോൾ ഏകദേശം വേവായിട്ടുണ്ട്, എന്നാലും ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കേണ്ടത് ആവശ്യമാണ്. എന്താണെന്ന് വെച്ചാൽ കറി ഇളക്കി ഇടുമ്പോഴാണ് അതിൻ്റെ എല്ലാ സൈഡും പെട്ടെന്ന് നന്നായിട്ട് വെന്ത് കിട്ടണം. ഇനി ലിഡ് വെച്ചിട്ട് ഒരു 1.5-2 മിനിറ്റ് സമയം. അപ്പോൾ നമ്മുടെ ശരിക്കും നമ്മുടെ ആ ചീര നന്നായിട്ടായിട്ടുണ്ട്. ഇനി പരിപ്പാണ് ചേർത്ത് കൊടുക്കണം. പരിപ്പിൽ ഒരുപാട് വെള്ളം ഒഴിച്ച് നമ്മൾ വേവിക്കാതിരുന്നാൽ ഇതേ ഭാഗത്തിൽ നമുക്ക് അങ്ങിട്ട് കൊടുക്കാം. അല്ലെങ്കിൽ ഓവറായിട്ട് വെള്ളം ഉണ്ടെങ്കിൽ വെള്ളം പിന്നെ മാറ്റേണ്ടി വരും. അതിന് ആ വെള്ളത്തിലൂടെ പരിപ്പിൻ്റെ ഗുണം കുറയും. അപ്പോൾ ഇനി ഇതെല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് ഇളക്കിയിട്ട് ഒരു കുറച്ച് സമയം കൂടെ നമ്മൾ അടപ്പത്ത് വെക്കണം. എന്തിനാണെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അകത്തെ ആ ഡ്രൈ ആയിട്ട് വരാനും പിന്നെ പരിപ്പും ഇലയും ആ ഇഞ്ചി ഉള്ളി എല്ലാം കൂടെയുള്ള മസാലകളുടെ ടേസ്റ്റും കൂടെ കൂടി ഇതിൽ ഒന്ന് വെന്ത് ഒന്നാകാൻ വേണ്ടിയിട്ട് അല്പനേരോടെ ഇത് വെച്ചുകൊണ്ടിരിക്കുന്നത് അത്യാവശ്യമാണ്. അപ്പോൾ ഒന്നുകൂടെ ഇത് അടപ്പ് വെച്ച് മൂടി വയ്ക്കണം. ഈ സമയത്ത് തീ താഴ്ത്തി വെച്ചതിന് ശേഷം ഇത് കുക്ക് ചെയ്യുമ്പോൾ ഇതിൽ നല്ലതുപോലെ ഒന്നിച്ചാകാനുള്ള ടേസ്റ്റുകൾ ഒന്നിച്ചാവാനുള്ള ആ ടൈം ഇതിന് കിട്ടും. അപ്പോൾ ഇത് നമ്മൾ മൂടി വെച്ചിട്ട് വെറുതെ ഒരു ചീരത്തോരനല്ല ഇത്, ഇതിന് മസാലകളുടെ കൂടി നമ്മൾ ചേർത്തുള്ളതാണ്. അപ്പോൾ ഇത് നന്നായിട്ട് ഇച്ചിരി സമയം ഒന്ന് മൂടി വെച്ചതിന് ശേഷം വീണ്ടും നമുക്ക് ഇളക്കി കൂട്ടിയിട്ട് കറി ഓഫ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ചീരത്തോരൻ ഏതാണ്ട് 2 മിനിറ്റോളം ആയിട്ടുണ്ട്. അപ്പോൾ കറി റെഡിയായി. താങ്ക്സ് ഫോർ വാച്ചിങ്. പിന്നെ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക.